ഹലോ ഫ്രണ്ട്സ്, ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തൊണ്ടവേദന ഉള്ളപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. തണുപ്പ് കാലമാകുമ്പോഴേക്കും പനിയും ചുമയും തൊണ്ടവേദനയും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇതിനെ പ്രതിരോധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില പൊടിക്കൈകൾ മാത്രമല്ല, ഭക്ഷണത്തിലും അല്പ ശ്രദ്ധ നൽകാനും എപ്പോഴും ശ്രദ്ധിക്കണം. സ്ഥിരമായി എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് തൊണ്ടവേദന. ചൂട് കൂടിയാലും മഴയാണെങ്കിലുമൊക്കെ പലരും ഈ പ്രശ്നം നേരിടാറുണ്ട്. ഇനി ഡിസംബർ ഒക്കെ ആകുമ്പോൾ ഈ പ്രശ്നം ഗുരുതരമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതും ചിലത് ഒഴിവാക്കേണ്ടതും വളരെ പ്രധാനമാണ്. വൈറസുകൾ, ബാക്ടീരിയകൾ, അന്തരീക്ഷ മലിനീകരണം ഇവയൊക്കെ തൊണ്ടവേദനയ്ക്ക് കാരണമായേക്കാം. എന്നാൽ ഈ സമയത്ത് കഴിക്കാവുന്നതും കഴിക്കാൻ പാടില്ലാത്തതുമായ ചില ഭക്ഷണങ്ങൾ നോക്കാം. നല്ല ചൂടുള്ള സൂപ്പാണ് തൊണ്ടവേദന ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റുന്നത്. പനി, തൊണ്ടവേദന, ജലദോഷം എന്നീ പ്രശ്നങ്ങൾക്കെല്ലാം സൂപ്പ് ഒരു ശാശ്വത പരിഹാരമാണ്. ഇലകൾ ഉപയോഗിച്ചുള്ള സ്മൂത്തികളും യോഗട്ടും ഈ സമയത്ത് വളരെ നല്ലതാണ്. പച്ചക്കറി വേവിച്ച് മാത്രം കഴിക്കുക. ചെറു ചൂടുള്ള ചായ പോലെയുള്ള പാനീയങ്ങളും നല്ലതാണ്. പഴം, പിയർ, മുട്ട എന്നിവ ഈ സമയത്ത് കഴിക്കാവുന്നതാണ്. ഓട്സും വേവിച്ച ഉരുളൻകിഴങ്ങും ഏറെ നല്ലതാണ്. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്ന് നോക്കാം. മൊരിഞ്ഞതും കട്ടി കൂടുതലുള്ളതുമായ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഇവ കഴിക്കുന്നത് വിഴുങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും. ചിപ്സ്, വേവിക്കാത്ത പച്ചക്കറികൾ, പുളിപ്പുള്ള ഭക്ഷണങ്ങൾ എന്നിവയും തൊണ്ടവേദന ഉള്ള സമയത്ത് നല്ലതല്ല. മുന്തിരിങ്ങ, പൈനാപ്പിൾ, ഓറഞ്ച്, പാലുൽപ്പന്നങ്ങൾ, മദ്യം എന്നിവ ഈ സമയത്ത് ഒട്ടും നല്ലതല്ല. എരിവ് കൂടുതലുള്ള ഭക്ഷണങ്ങളും തൊണ്ടവേദന കൂട്ടാൻ കാരണമായേക്കാം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ധാരാളം വെള്ളം കുടിക്കേണ്ടത് വളരെ പ്രധാനമാണ്. മാത്രമല്ല തൊണ്ടയ്ക്ക് ആശ്വാസം നൽകുന്ന സ്പ്രേകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. അതുപോലെ തൊണ്ടവേദന കുറയ്ക്കാനുള്ള മരുന്നുകൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. വീട്ടിൽ ചെയ്യാവുന്ന ചില പൊടിക്കൈകളും പരീക്ഷിക്കാവുന്നതാണ്. ചെറു ചൂടുവെള്ളത്തിൽ ഗാർഗിൾ ചെയ്യുന്നതും തേനും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിക്കുന്നതും തൊണ്ടവേദനയ്ക്ക് ഏറെ നല്ലതാണ്. തൊണ്ടവേദന അസഹനീയമാവുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറിൻ്റെ സഹായം തേടാൻ മറക്കരുത്. കാരണം ഇത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. സാധാരണ തൊണ്ടവേദന പൊതുവെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുറയുമെന്നാണ് പറയുന്നത്. തൊണ്ടവേദനയ്ക്കൊപ്പം പനിയും തൊണ്ടയിൽ നീരും അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറിനെ കാണാൻ ശ്രമിക്കണം. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഈ ഇൻഫെക്ഷൻ ഗുരുതരമായാൽ ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചാൽ മാത്രമേ ഇത് മാറുകയുള്ളൂ. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങളാണ് തൊണ്ടവേദന ഉള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും തൊണ്ടവേദന ഉള്ളപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ നമുക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.